ഇന്ന് രാത്രിക്ക് ചോറിന് കറിയില്ലാത്തതുകൊണ്ട് ഏട്ടൻ്റെ വക പരിപ്പ് കറി ആവാമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് ഞാൻ. അപ്പോൾ കറിക്ക് അരിഞ്ഞു വയ്ക്കാൻ പച്ചക്കറി എടുത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ, ഏട്ടാ ഇന്ന് പരിപ്പ് കറിയാണോ അതോ സാമ്പാറാണോ ചോദിച്ചു. അപ്പോൾ പറയുക രണ്ടും അല്ലാന്ന്, എന്തോ ഒരു കറിയെന്ന്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കറിയണ്ടേ? അതിനായി 2 സവാള, ഉരുളക്കിഴങ്ങ്, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യം തക്കാളി, സ്വല്പം ചെറിയുള്ളി, ഇത്രയും സെറ്റാക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇനി കുക്കറിൽ കഴുകി വെച്ച പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ട് അതിലേക്ക് ഏട്ടൻ്റെ മനക്കണക്കിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില നല്ല ഭംഗിയിൽ വെച്ച് കണ്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. 4 വിസിലൊക്കെ മതിയാവും കേട്ടോ. കുക്കർ ചൂടാറി വരേണ്ട ടൈമിൽ നമ്മുടെ വാൽപ്പാത്രത്തിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് അല്പം കടുക്, അങ്ങാടിമുളക്, കറിവേപ്പില ഇട്ട് അരിഞ്ഞ് വെച്ച ചെറുള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഏട്ടൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുള്ളി നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേവിച്ച് വെച്ച കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് ഗ്യാസ് ഓഫാക്കി അടച്ച് വയ്ക്കുക. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, ഉണ്ടാക്കി നോക്കൂ.